നമസ്കാരം. ക്ലിക്ക് ടു ഇ സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷ നൽകാമെന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, ഇതിൻ്റെ എല്ലാം കോപ്പി നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് ഡോക്യുമെൻ്റായി അപ്ലോഡ് ചെയ്താണ് നമ്മളിതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ഫീ ആയിട്ട് വരുന്നത് 525 രൂപയാണ്. നോർമലായിട്ട് നമ്മൾ ഓർഡിനറി ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് 525 രൂപയാണ് ഫീ വരുന്നത്. ഫാസ്റ്റ് ട്രാക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫീ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് എക്സ്ട്രാ ഫീയും കൂടി ആഡ് ചെയ്ത് ഓർഡിനറി ആയിട്ട് അയക്കുമ്പം ഏകദേശം 775 രൂപയുടെ അടുത്ത് നമുക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായി സന്ദർശിക്കേണ്ട സൈറ്റ് MG യൂണിവേഴ്സിറ്റിയുടെ application.mgu.ac.in എന്ന സൈറ്റിൽ നമ്മൾ പ്രവേശിക്കുക. ഈ സൈറ്റിൽ കയറുമ്പം നമുക്കിതിൻ്റെ ഹോം പേജിലായിട്ട് കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് താഴെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചൂസ് യുവർ സർവീസ് എന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഡിഗ്രി ടൈപ്പിൽ നിങ്ങളുടെ UG എന്ന് സെലക്ട് ചെയ്യുക. അഡ്മിഷൻ എടുത്ത ഇയർ ഏതാണെന്ന് കൊടുക്കുക. സ്റ്റഡി ടൈപ്പ് നമ്മൾ ഇപ്പോൾ അഫിലിയേറ്റഡ് കോളേജസ് ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അല്ല പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ അങ്ങനെ ഓപ്ഷനുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കോളേജിൻ്റെ നെയിം അതിനകത്തുണ്ടാകും. സെലക്ട് ചെയ്ത ഡ്രോപ്പ് ഡൗൺ നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രോഗ്രാം ടൈപ്പ് ഉണ്ടാവും. അതായത് ഇപ്പോൾ BSc ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മോഡൽ 1 മോഡൽ 2 അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോഗ്രാം ടൈപ്പിൽ വരുന്നത് നമ്മുടെ ഏതാണ്, ഫിസിക്സ് ആണോ അല്ലെങ്കിൽ കെമിസ്ട്രി ആണോ ഏതാണെന്നുള്ളതാണ് പ്രോഗ്രാം ടൈപ്പിൽ വരിക. സ്ട്രീമിലാണ് ഞാൻ പറഞ്ഞത്, മിസ്റ്റേക്ക് പറ്റിയതാണ്. സ്ട്രീമിലാണ് ഞാൻ പറഞ്ഞത് മോഡൽ 1 മോഡൽ 2 അങ്ങനെ ഉണ്ടാവുമല്ലോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ കുറച്ച് ഫീ വരുന്നുണ്ട്. ഓർഡിനറി ആണെങ്കിലും അധികം താമസം എടുക്കുന്നില്ല നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മൾ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ അത് നമ്മൾ പറഞ്ഞു. പിന്നെ വെദർ അപ്ലൈഡ് ഫോർ പ്രൊഫൈൽ ഡാറ്റ കറക്ഷൻ ഒന്നും വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഏതെങ്കിലും റിസൾട്ട് കറക്ഷനോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് എന്തെങ്കിലും എഴുതിയിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ യെസ്സോ നോ കൊടുക്കാം. ഗ്രേസ് മാർക്ക് ഏതെങ്കിലും വരാനുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ബട്ടൺസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് കറക്റ്റായിട്ട് കൊടുക്കുക, കലണ്ടർ യൂസ് ചെയ്ത് അതിനകത്ത് കൊടുക്കുക. ഇമെയിൽ ID ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇമെയിൽ ID കൺഫേം ചെയ്യണം. അതിനായിട്ട് വീണ്ടും താഴെ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക. പിൻകോഡ് കറക്റ്റായി കൊടുക്കുക. നമ്മുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് അഡ്രസ്സാണ്. അഡ്രസ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ കറക്റ്റായി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെർമനൻ്റ് അഡ്രസ്സാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് എന്നുണ്ട്. അവിടെ ടിക്ക് കൊടുത്താൽ നമുക്കത് പെർമനൻ്റ് അഡ്രസ്സ് സെയിം തന്നെ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. പിന്നെ അഡ്രസ് ലൊക്കേഷൻ നമുക്ക് ഇൻസൈഡിൻ്റെ കൊടുക്കാം. നമ്മുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഔട്ട്സൈഡ് ആണെങ്കിൽ ഔട്ട്സൈഡിൻ്റെ കൊടുക്കണം കേട്ടോ, കൊടുക്കുക. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ഇഫ് എനി, അതിന് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്കവിടെ കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഘട്ടം.
അതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ JPG അല്ലെങ്കിൽ PNG ഫയലായിട്ടാണ് സർട്ടിഫിക്കറ്റ്സ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 500 KB താഴെയുള്ള ഇമേജസ് ആണ് ഇതിനകത്ത് പറ്റുള്ളൂ. PDF ആയിട്ട് നമ്മൾ ആഡ് ചെയ്താലത് സ്വീകരിക്കില്ല. അപ്പോൾ ഇമേജ് JPG അല്ലെങ്കിൽ PNG ഇമേജ് തന്നെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് സ്കാൻ ചെയ്ത് JPG ആക്കി മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് JPG ആയിട്ട് മാറ്റുമ്പോൾ സൈസിൻ്റെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ iLove PDF എടുത്ത് PDF-ൽ നിന്നും നമ്മൾ ഡയറക്റ്റ് JPG ആക്കാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട് നമുക്ക് ഈ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമേജസിൻ്റെ. അങ്ങനെ 500 KB താഴെയാക്കി വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൻ്റെ ഓരോ പേജസായിട്ട് 3 പേജസും നമ്മളിതിനകത്ത് അപ്ലോഡ് ചെയ്ത് കയറ്റുക. ശേഷം നമുക്ക് താഴെ ഡിസ്ക്ലൈമറുണ്ട്. എല്ലാ ടിക്ക് ബോക്സിലെല്ലാം നമ്മൾ ടിക്കിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് താഴെ ഒരു ക്യാപ്ച കോഡ്, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിന് ആൻസർ നമ്മൾ അവിടെ എഴുതി കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ തുടർന്ന് നമ്മൾ പോകുന്നത് പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിലേക്കായിരിക്കും. ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്രോസസ്സ് അപ്ലോഡ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഫീൽഡെല്ലാം ബ്ലാങ്കായി പോയതുകൊണ്ട് അഡ്മിഷൻ ഇയറും ജെൻഡറും വീണ്ടും ആഡ് ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, എങ്ങനെയും ബാക്ക് അടിച്ച് പോവുകയോ അല്ല വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡുകളെല്ലാം കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ടോ എന്നൊന്നും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പേ ചെയ്യാനായിട്ടുള്ളൊരു വിൻഡോയാണ് അവിടെ വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ നമ്മൾ കൺഫേം ആൻഡ് കണ്ടിന്യൂ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്നൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പറും റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റും മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, അഡ്മിഷൻ ഇയർ, ഡിഗ്രി ടൈപ്പ്, സ്റ്റഡി ടൈപ്പ്, പ്രോഗ്രാം ടൈപ്പ്, ഇമെയിൽ ID ഇത്രയും ഡീറ്റെയിൽസ് വരും. അതിൽ നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇമെയിൽ IDയിലേക്ക് നമുക്കൊരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ കാണിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ ഫീ വന്നിട്ട് 585 രൂപയാണ് കാണിക്കുന്നത്. ട്രാൻസ്മിഷൻ ചാർജ് ഇൻസൈഡ് ഇന്ത്യ 190 ആണ് കാണിക്കുന്നത്. ഇത് ഓർഡിനറി ആയിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ ഇതിൽ കൂടുതലായിരിക്കും ഫീ വരിക. അപ്പോൾ ഇത് ടോട്ടൽ 775 രൂപയാണ് നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് Paytm, SBI 2 ഓപ്ഷൻസ് വരും. നമുക്ക് Paytm എടുത്ത് അതിനകത്ത് വരുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാവുന്നതാണ്. UPI ആപ്പുകളിലൂടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതാണ്. ബാക്കൊന്നും എടുക്കാതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്റ്റ് കിട്ടുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതിലുണ്ടാകും. ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് ഇനി നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാം, അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ MGUൻ്റെ application.mgu.ac.in ഹോം സൈറ്റിൽ പോയിട്ട് ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലൈ നൗ എന്ന ബട്ടണിൽ കൊടുത്തതിൻ്റെ ബട്ടണിനോട് ചേർന്ന് തന്നെ ചെക്ക് സ്റ്റാറ്റസ് എന്നൊരു ബട്ടൺ കൂടി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെയാണ് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കറൻറ്റ് സ്റ്റാറ്റസ് റിസീവ്ഡ് എന്നായിരിക്കും കാണിക്കുന്നത്. അവിടെ സൈഡിൽ നമുക്കൊരു ട്രാക്ക് എന്നൊരു ഓപ്ഷനുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റിസീവ്ഡ് എന്നായിരിക്കും കാണിക്കുന്നത്.
ഇടയ്ക്ക് നമുക്ക് സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് MGUവിൽ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ്സ് വീട്ടിൽ പോസ്റ്റ് വഴി എത്തുന്നതാണ്.